ഞാൻ പ്രസവിച്ച കുട്ടീനെ എനിക്ക് തരാൻ സൗകര്യമില്ല എന്ന് പറയാം. നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾ സ്വന്തം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ പ്രസവിച്ച കുട്ടിയാണ്, ഞാൻ നൊന്ത് പറ്റ കുട്ടിയാണ്. ആ കുട്ടിയെ എൻ്റെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തിൽ എനിക്ക് ഞാനുമായിട്ട് അകന്നു കഴിയണം. അപ്പം എനിക്ക് ആ കുട്ടീനെ തരാൻ സൗകര്യമില്ലാതെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഭാര്യ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇദ്ദേഹം അവരെ മകളുടെ കൂടെ ഒരു ബെഡിൽ ഒരേ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അറപ്പും വെറുപ്പും തോന്നിയെന്നാണ് ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പാപ്പം ഭയങ്കര മോശമാണ്, സ്വന്തം മോളെ കൂടെ ഭാര്യ മരിച്ചപ്പം ഒരേ ബെഡിൻ്റെ ഒരു ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ കിടന്നുറങ്ങുകയാണ് ഇയാൾ. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ പറഞ്ഞത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്ന ഒരു കമന്റ് ആണ്. ആ കമന്റ് ഞാനൊന്ന് വായിച്ചു തരാം. കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം വരുന്ന കുറെ യൂട്യൂബേഴ്സും നിയമവും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഇല്ലേ, അവർക്കൊക്കെ വീഡിയോ ഇട്ടാൽ ഒരുപക്ഷെ ഇത് നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഒരു വലിയ യൂട്യൂബേഴ്സോ വലിയ സംഭവമൊന്നുമല്ല ഞാൻ. ഈ സാധനം കണ്ടപ്പോ, ഈ ഒരു കമന്റ് കണ്ടപ്പോ എനിക്ക് ഇത് ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു വീഡിയോ കണ്ടപ്പോ, തുടക്കം തന്നെ കണ്ടപ്പോ എനിക്ക് ഇതെന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതുപോലെ തന്നെ ഈ കമന്റ് കണ്ടപ്പോ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടത്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ സമൂഹത്തിനകത്ത് കുറെ അധികം ആൾക്കാർ ജീവൻ റെയിൽവേ ക്രോസിൽ നമ്മുടെ ഷൈനിയുടെ ഒക്കെ ഒരു ന്യൂസ് നമ്മള് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു വെള്ളത്തിൽ ചാടി മരിക്കുന്നു, വിഷം കഴിച്ച് മരിക്കുന്നു, അതേപോലെ തന്നെ തൂങ്ങി മരിക്കുന്നു, അതേപോലെ റെയിൽവേ ട്രാക്കിൽ ജീവൻ എടുക്കുന്നു. അപ്പോ അവർക്കൊക്കെ ഒരു കൈ നേരത്തെ തന്നെ, മരണത്തിന് മുന്നേ തന്നെ ഒരു കൈ കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഇപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നതും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ ഈ ഒരു വീഡിയോ ആ ചേച്ചി കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മരിക്കാൻ എടുക്കുന്ന ഒരു തീരുമാനം, അതിന്റെ ഒരു കുറച്ച് ശതമാനം നിങ്ങൾ ജീവിക്കാൻ എടുക്കൂ, ജീവിച്ച് കാണിക്കാൻ ശ്രമിക്കൂ. ഈ മരണം എന്ന് പറയുന്നത് ഒരു ഒന്നിനും ഒരു പരിഹാരമല്ല. ആദ്യം മനസ്സിലാക്കണം. പിന്നെ അടുത്ത ഇനി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആ വീഡിയോയിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്തായാലും ഒന്ന് ജസ്റ്റ് ആ വീഡിയോ കാണാം. ആദ്യം ചോദിക്കട്ടെ, ഇപ്പം ഈ കോട്ടയത്ത് ഏറ്റുമാനൂർ ഒരു ഷൈനി എന്ന് പറഞ്ഞ ഒരു ലേഡി സൂയിസൈഡ് ചെയ്തു മക്കളെ എടുത്തിട്ട്. അവര് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെങ്ങനെ ജീവിക്കാൻ വിടുന്നില്ല അവരെ കൂടെയുള്ള ആൾക്കാർ. അവരെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, വിമർശിക്കുക. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ നോക്കുമ്പോഴും അവരെ പിന്നെയും പ്രൊവോക്ക് ചെയ്യുക, ട്രിഗർ ചെയ്യുക, വിഷമിപ്പിക്കുക. അങ്ങനെ അവസാനം ഒരു വഴിയില്ലാതെ ആയിരിക്കില്ല അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അവസാനം അവരെ ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ അവരെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് എൻ്റെ സിറ്റുവേഷൻ. ഞാൻ എത്രയൊക്കെ എഴുന്നേറ്റ് ഓടാൻ നോക്കുമ്പോഴും എന്നെ പിടിച്ച് വലിച്ച് ബാക്കോട്ടേക്ക് വലിച്ച് വീണ്ടും എന്നെ കുത്തി നോവിച്ച് മെൻ്റലി ഹരാസ് ചെയ്ത് രസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതെ ആക്കരുത്. എനിക്ക് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. എന്നെ കെട്ടിയിട്ട് അടിച്ചു, ഞാൻ ഓടി രക്ഷപ്പെട്ടപ്പോൾ എൻ്റെ പിന്നാലെ ഓടി വന്ന് എന്നെ പിടിച്ച് വലിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കി. ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇതിന് പരാതി കൊടുത്തു, ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ പുതിയൊരു അലിഗേഷൻ. എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയട്ടെ, എനിക്കങ്ങനെ ബന്ധമുണ്ട്. ഒരു പെണ്ണിനെ എത്രത്തോളം മോശമാക്കി കാണിക്കാം അത്രത്തോളം നിങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണല്ലേ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന, നമ്മൾ ന്യൂസ് ചാനലിൽ കൂടെ ആണെങ്കിലും പത്രത്തിലൂടെ ആണെങ്കിലും ഓരോരോ മരണ വാർത്തകൾ എന്തോരമാണ് ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ലഹരി ഉപയോഗത്തിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്ത. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുമ്പോൾ അതിനെ ഇടിച്ചു താഴ്ത്തി ഒരു പരുവാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഓരോരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് ആൾക്കാർ സാഡിസ്റ്റുകളായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് പതുങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഈ ചേച്ചിയെ പോലെ ഒരുപാട് പേരുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഷൈനിയുടെ കാര്യം തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ടോ, ഉദാഹരണമായിട്ട് പറയുകയാണ്. അവര് പറയുന്നുണ്ട് എന്നെ അതുപോലെ ആക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ആ ജീവിതത്തിൽ പൊരുതി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ചുറ്റുമുള്ളവര്, വീട്ടുകാര്, ബന്ധുക്കാര് എല്ലാരും ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ആർക്കാണെങ്കിലും മരണത്തെ കുറിച്ച് അല്ലാണ്ട് ചിന്തിക്കാൻ വേറെ വഴിയില്ല. എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടത്? എൻ്റെ ഈ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ആൾക്കാരോടും, എൻ്റെ ഈ ബന്ധുക്കളോടും, ബാക്കിയുള്ള ബന്ധുക്കളോടും, എൻ്റെ വീട്ടുകാരോടും, എൻ്റെ എനിക്കെതിരായിട്ടുള്ള കുറച്ച് നാട്ടുകാരോടുമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇല്ലാതായാലും നിങ്ങൾക്ക് സന്തോഷമാവും? ഞാൻ ജീവിക്കാൻ പാടില്ല എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്താ നിങ്ങൾക്ക് വാട്ട് യു ആർ എക്സ്പെക്ടിങ് ഫ്രം മീ? എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്താ ചെയ്ത്? ശരിക്കും അവര് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ റിയൽ ആണ്. അവരിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി, മോളെ കിട്ടിയോ, മക്കൾക്ക് സന്തോഷമായി, ഭൂമിയിൽ ഉള്ളതിനേക്കാൾ കരുണ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പൊ 2 കുട്ടികളുണ്ട് അവർക്ക്. അപ്പോ ഇതിനകത്ത് പറയുന്നത് എന്നെ ചതിച്ചു കേസ്, വീണ്ടും എന്നോട് ഇത് വേണ്ടായിരുന്നു, നായക്കൂട്ടിൽ കിടന്നോ പോയിട്ട്, നായക്കൂട്ടിൽ പോയി കിടന്നോ എന്നൊക്കെ അവരുടെ വീട്ടുകാർ പറഞ്ഞെന്നൊക്കെ ആയിരിക്കും ഈ ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവിനോട് അനിയത്തിക്ക് കാതൽ, പിന്നെ അനിയത്തി ഭർത്താവ് കെട്ടിയിട്ട് ചെയ്തത് കണ്ടോ. ശരിക്കും പറഞ്ഞ ലൈഫിൽ ഒരുപാട് നല്ല രീതിയിൽ എന്തൊക്കെയോ ബാധിച്ച ഒരു സ്ത്രീയാണിത്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച സ്ത്രീയാണിത്. ഈ ഒരു ചാനലിനെ കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല. ഇത് എന്താ സംഭവം എന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഓരോ പ്രാവശ്യം വിഷമിക്കുമ്പോഴും ഓരോ പ്രാവശ്യം സങ്കടം വരുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഡൈവേർട്ട് ആക്കാൻ വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ പെറ്റ്സിൻ്റെ അടുത്ത് പോയിട്ടും പെറ്റ്സിനെ വളർത്തിയിട്ടും ട്രാവൽ ചെയ്തിട്ടും റൈഡിന് പോയിട്ടും ഞാൻ എൻ്റെ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ഞാൻ മാറ്റി ശ്രമിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ സെറ്റാക്കി വെച്ചിട്ടാണുള്ളത്. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട്. ഇപ്പോൾ അവരെ മെയിനായിട്ടുള്ളൊരു കമൻറ്റ് എന്താണെന്നറിയോ, ഇത് ആദ്യത്തെ ബന്ധത്തിലുള്ളതാണോ, പിന്നത്തെ ബന്ധത്തിലുള്ളതാണോ, ഇത് ഈ ബന്ധത്തിലുള്ളതാണോ? ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയട്ടെ, എനിക്ക് ആകെ ഒരു ഭർത്താവും 2 കുട്ടികളേ ഉള്ളൂ. അല്ലാതെ കുറേ ബന്ധങ്ങളും അതിൽ കുറേ കുട്ടികളും അങ്ങനെയുള്ളൊരു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. നിങ്ങൾ അങ്ങനെ വരുത്തി. അപ്പൊ ഈ പുള്ളിക്കാരിയോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സമൂഹത്തെ ബോധിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് കാണിക്കേണ്ട ആവശ്യവും നമുക്കില്ല. നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എന്താണോ സന്തോഷം, അത് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ ആവശ്യം, നമ്മുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണേലും ചെയ്യാം. നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണോ ചെയ്യാം. ഈ കമന്റ് ബോക്സിൽ കണ്ടിട്ട് വേദനിക്കാനോ ജീവിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. ശരിക്കും പറഞ്ഞ ഈ ചാഞ്ഞു കിടക്കുന്ന മരത്തിലെ വലിഞ്ഞു ചേർത്തുള്ള അങ്ങനെ എന്തൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ നമ്മൾ വീക്കാണെന്ന് കാണുമ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തോട്ട് അറ്റാക്ക് ചെയ്യാനേ വരത്തുള്ളൂ. അല്ലാണ്ട് ഈ നമ്മൾ ബോൾഡ് ആയിട്ട് നിൽക്കണം. ഇങ്ങനെ ഡൗൺ ആയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് വീണ്ടും കല്ലെറിയാനേ ആൾക്കാർ വരത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കമന്റ്സ് വരുന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുക. അപ്പൊ പിന്നെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. ആ ഒരു കാര്യം ചെയ്യാനാണ് എന്റെ അഭിപ്രായം. പിന്നെ ഈ യൂട്യൂബിന്റെ കമന്റ് സെറ്റിംഗ്സിൽ പോയിട്ട് അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ ബാഡ് വേർഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റിംഗ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഇതുവരെയും പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ആ കാര്യങ്ങൾ പറയാതെയും പോണ്ടി വരിക. അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് പകുതി കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പോവാണ്. അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഇനി അതിനൊന്നും പേടിക്കുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ അലിഗേഷൻസ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഞാൻ എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞു ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നിങ്ങൾ പറയുന്നത്? എന്നെ കെട്ടിയിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് മാനസിക പ്രശ്നമുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഞാൻ അന്ന് നേരെ പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എന്നെ അനിയത്തിന്റെ ഭർത്താവ് കെട്ടിയിട്ട് അടിച്ചതിന്റെ ആ ഒരു കാര്യം. അപ്പോ പുള്ളിക്കാരി പറഞ്ഞു തരില്ല, അനിയത്തിയുടെ ഭർത്താവ് പുള്ളിക്കാരിനെ കെട്ടിയിട്ട് അടിച്ചു. ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് അടിച്ച് മാനസികാരോഗ്യ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നൊക്കെയാ പറയുന്നത്. എന്താ സംഭവം എന്നറിയില്ല. അവിടുന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കത് പ്രൂവ് ചെയ്യണം. അവിടെയുള്ള ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, അവർ നോക്കി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാ റിസൾട്ടും നെഗറ്റീവാണ്. ഞാൻ ഇന്ന് വരെ ഒരു ഡ്രഗും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാനത് വന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ് അത് ഞാൻ എന്റെ ഇൻഫ്ലുവൻസ് വെച്ച് ചെയ്യിപ്പിക്കുകയാണ്. ഒരാൾക്കും ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിൽക്കട്ടെ. നിങ്ങളടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് എൻ്റെ ബ്ലഡ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതിൽ പോസിറ്റീവ് റിസൾട്ട് വന്നാൽ നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ. അപ്പൊ അവര് പറയുന്നത് കേട്ടില്ലേ, അവര് ഡ്രഗ് അഡിക്റ്റ് ആണ്. ഈ ദൂരയാത്ര പോകുന്നതും റൈഡ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അവർ റൈഡ് ചെയ്യും, പിന്നെ അല്ലാണ്ട് പെറ്റ്സിനെ വളർത്തും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് യാത്ര പോകുന്നതിനായിരിക്കും ചിലപ്പോൾ ഡ്രഗ് അടിച്ചിട്ട് പോവുകയാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും റൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടി ഈ മഴയത്തുള്ള ഒരു ചായ കുടിക്കാൻ വാഗമൺ വരെ പോയിട്ടുണ്ട്. ഉള്ള കാര്യം പറയുന്നത്, ഒരു ചായ കുടിക്കാനായിട്ട് വാഗമൺ വരെ പോയിട്ടുണ്ട്. കാര്യം മഴയത്ത്, അതും ഒരു നല്ല ഇടിലം മഴയത്ത്, ആ മഴയത്ത് പോയ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ് അത്. അല്ലാണ്ട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ആ ഒരു മഴയത്ത് ആ തണുത്ത കാറ്റൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു രസം. ശരിക്കും ഈ റൈഡിനൊക്കെ പോകുന്ന സമയത്ത് ഒരു സന്തോഷമൊക്കെ കിട്ടും. വൈ? ബിക്കോസ് ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ്. ഞാൻ ഡ്രഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. എന്നെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ആണ് ഇതൊക്കെ. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞാൻ മാനസിക രോഗിയാണ്. അതും ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾ പറയുന്നിടത്ത് വന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോ ഈ 2 കാര്യങ്ങളും തെളിയിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്.
ഇപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആണോ അങ്ങനെ എന്തെങ്കിലും ലഹരി പദാർത്ഥം നമ്മുടെ ഉള്ളിലോ കുറെ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനസിക രോഗിയാവുന്നുള്ളത്. അത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പൊ അവര് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായി അവർക്ക് ഒരു കുഴപ്പമില്ലാന്ന്. അവർ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടല്ലേ അവർ പറയുന്നത് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട്. പെൺകുട്ടിക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഈ ഒരു സാധനം കേട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നത് സത്യം ഞാൻ പറയാലോ, എനിക്ക് വ്യൂസിനോ ലൈക്സിനോ അല്ലെങ്കിൽ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സംസാരിക്കാൻ എന്റെ പ്രശ്നങ്ങൾ പറയാൻ എനിക്കൊരു ഒരു പ്ലാറ്റ്ഫോം വേണം. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസും എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ട് പറയണം. അത് ഞാൻ വന്ന് പറയുമ്പോഴും അതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരെ സെറ്റാക്കി വെച്ചിട്ട് ഭയങ്കര മോശമാക്കിയിട്ട് കമന്റ് അടിക്കാം, വീണ്ടും എന്നെ ട്രിഗർ ചെയ്യുക, പ്രൊവോക്ക് ചെയ്യുക. ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾക്ക് സമാധാനമാവോ, സന്തോഷമാവോ? ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീക്ക്നെസ് എന്താണ്, ഇവർക്ക് എവിടെ ടച്ച് ചെയ്താലാണ് ആ ഒരു ഉള്ളിൽ കൊള്ളുന്നതെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൊവോക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കമന്റുകളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ കമന്റുകളെ ഫിൽട്ടർ ചെയ്ത് നിങ്ങളെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. ഒന്നുകിൽ കമന്റ്സ് അങ്ങനെയുള്ള വരുന്ന കമന്റ്സുകൾ ഒഴിവാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, യൂട്യൂബ് തന്നെ തരുന്നുണ്ടത്. ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവരങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയുക. അങ്ങനെയുള്ള കമന്റ് വരുന്ന ആ ഒരു സംഭവം അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയുക. പിന്നെ ഏതൊക്കെ ഐ ഡിന്ന് വന്നാലും അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ പോരെ. ശരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അവർ പോകും. പിന്നെ അവർ എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കാണാൻ പോലും അവർക്ക് പറ്റത്തില്ല. ശരിക്കും ഇങ്ങനെ വറീഡായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ വഴിക്കും നമ്മൾ ഉപദ്രവിക്കത്തേ ഉള്ളൂ. പല ആൾക്കാരും ലാസ്റ്റ് വേണ്ട ഇനി ജീവിക്കേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ടറിയോ, അവരെ പിന്നാലെ നടന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അവർക്കൊരു മെന്റൽ പീസ് ഇല്ലാണ്ടാവുമ്പോഴാണ് അവര് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ഞാൻ ഓപ്പൺ ആയിട്ട് ശരിക്കും കടബാധ്യതകൾ കൊണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ട്, കുറെ കാര്യങ്ങൾ കൊണ്ട്, ഓരോ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒന്ന് പറയാൻ ഒരാളില്ലാണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോയ ഒരുപാട് പേരുണ്ട്. ഒന്ന് പറയാനും അവര് പറയുന്നത് കേൾക്കാൻ പോലും ഒരാളില്ലാണ്ട് അവര് ഭൂമിയിൽ നിന്ന് പോയ ഒത്തിരി പേരുണ്ട്. ശരിക്കും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അതിനകത്ത് കുറ്റപ്പെടുത്തി അത് ലാസ്റ്റ് അവരെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒരുപാട് പേരും ഉണ്ട്. ഒരാള് വിഷമിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവർക്കൊരു ഊർജമാണ്, അവരുടെ വിജയമാണത്. പിന്നെ മൂന്നാമത്തെ അലിഗേഷൻ, എനിക്ക് കുറെ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. എനിക്ക് ആരായിട്ടാണ് ബന്ധമുള്ളത്? ഈ പറയുന്ന വ്യക്തികൾ കൊണ്ടുവന്ന് തെളിയിക്കണം എനിക്ക് ആരായിട്ടാണ് ബന്ധമുള്ളത്. അല്ല, എനിക്ക് അറിയണം എനിക്ക് ആരായിട്ടാണ് ബന്ധമുള്ളത്. പിന്നെ ഈ 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ആളെയോ അല്ലെങ്കിൽ +1 ട്യൂഷൻ പോകുമ്പോൾ ഒന്നിച്ച് കൂടെ പഠിച്ച ആളെയോ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ കണ്ട ആളെയോ, നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കൂടെ ഒന്നിച്ച് ട്രാവൽ ചെയ്ത് കൂടെ പഠിക്കുന്ന ഫ്രണ്ടിനെയോ, ഇതൊന്നുമല്ല നിങ്ങൾ പറയുന്ന ബന്ധം എന്ന് പറയുന്ന സാധനം. നിങ്ങൾ എപ്പോഴും ഒരു പെൺകുട്ടിക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് എന്താണ് അവിഹിത ബന്ധം, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. എന്റെ ഭർത്താവ്, എന്റെ മക്കള് ഇത്തിരി സ്വതന്ത്രയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന പേരാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബന്ധം ഉണ്ടാക്കി കൊടുക്കും എല്ലാവരും, അവിഹിതം. എന്നാലും അവർ പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പ്രൂവ് ചെയ്യാം, നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട്. അതിലും വലിയ ഒരു ഇത് വേണ്ടല്ലോ, നിങ്ങൾ എക്സാമ്പിൾ സഹിതം തെളിവ് സഹിതം കൊടുക്കൂ. ഇരിക്കുന്ന ഒരാളെ ഞാൻ അങ്ങനത്തെ ഒരാളെ കുറിച്ച് നിങ്ങൾ അവിഹിത ബന്ധമുണ്ട് അങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഹേർട്ട് ആവുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എന്താ ചോദിച്ചാൽ എനിക്ക് എന്റെ കുട്ടീനെ വേണം, എന്റെ കുട്ടീനെ തിരിച്ചു തരും, അത് ചോദിക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുമ്പോൾ അടിയിൽ വന്ന് നിങ്ങൾ എന്താ കമന്റ് ചെയ്യുന്നത്? ഈ കുട്ടി അയാളതാണോ, ഈ കുട്ടി ഇയാളതാണോ, നിങ്ങൾക്ക് എത്ര ആൾക്കാരായിട്ട് ബന്ധമുണ്ട്? നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? അപ്പൊ എന്താ സംഭവിച്ചാൽ അവരുടെ കുട്ടി അവരുടെ കൂടെ ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് എന്തെങ്കിലും ഞാൻ നാളെ എന്റെ മക്കൾക്ക് അമ്മയില്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കോഴിക്കോട് ഫറോക്കിലുള്ള മനോജ്, എന്റെ മാമൻ, ഞാൻ ഇതിൽ വോയിസ് ഇട്ട വ്യക്തി, അയാൾ ഒന്നാം പ്രതിയായിരിക്കും. കാരണം അയാളാണ് എന്നെ ഏറ്റവും കൂടുതൽ മെന്റലി കുറച്ച് ദിവസങ്ങളായിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ വോയിസ് റെക്കോർഡിൽ പല പ്രാവശ്യം കുട്ടീനെ തരാന്ന് കൊണ്ട് എന്നെ പറ്റിച്ച് ഞാൻ അങ്ങോട്ട് പോകും, തിരിച്ചു വരും. ഒരമ്മ സ്വന്തം കുട്ടീനെ കിട്ടുമെന്ന് പറയുമ്പോൾ എത്രത്തോളം സന്തോഷത്തോടെയായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. കിട്ടൂല എന്ന് പറയുമ്പോൾ എത്ര വിഷമമായിട്ടായിരിക്കും. പിന്നെ അയാൾ ലാസ്റ്റ് പറഞ്ഞ കാരണം കുട്ടീനെ തരാൻ സൗകര്യമില്ല. നിങ്ങൾ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? ഞാൻ പ്രസവിച്ച കുട്ടീനെ എനിക്ക് തരാൻ സൗകര്യമില്ല എന്ന് പറയാം. നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾ സ്വന്തം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കും. ഞാൻ പ്രസവിച്ച കുട്ടിയാണ്, ഞാൻ നൊന്തുപെറ്റ കുട്ടിയാണ്. ആ കുട്ടിയെ എന്റെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാനുമായിട്ട് അകന്നു കഴിയണം. അപ്പൊ എനിക്ക് ആ കുട്ടീനെ തരാൻ സൗകര്യമില്ല എന്ന് വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ കേസ് കോടതിയൊന്നും ഇല്ലേ? കുട്ടിയെ കൊണ്ടുപോകുന്നുള്ളത് അത് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ പോരെ, എന്റെ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഒരു ഏജ് ആവുന്നവർ അമ്മയുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്. ഇതെന്താണ് ഇതിൽ കളിയെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്പർ 2, ചമ്പയിൽ അശോകൻ, എന്റെ അച്ഛന്റെ അനിയൻ. ഈ വ്യക്തിയാണ് എന്റെ അമ്മയുമായിട്ട് കൂടി ചേർന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്കെതിരെ വക്കീലിനെ വെച്ച് കൊടുക്കുന്നതും ഈ വക്കീലിനെ വെച്ച് കൊടുത്തിട്ട് അയാളെ വെച്ച് എനിക്കെതിരെ വാദങ്ങൾ ഉന്നയിക്കുന്നതും എന്നെ കുറിച്ച് പല സ്ഥലത്തും ഈ വ്യക്തി വളരെ മോശമായ രീതിയിൽ സംസാരിച്ചതായിട്ട് പറഞ്ഞ് എന്നെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അയാൾ പല സ്ഥലത്ത്, അയാൾ എന്ന് പറയുമ്പോൾ എന്റെ പാപ്പൻ, അതായത് എന്റെ അച്ഛന്റെ സ്വന്തം ബ്രദർ,
ഞാൻ പേരൊന്നുകൂടെ പറയാം, ചമ്പയിൽ അശോകൻ. ഈ വ്യക്തിന്റെ ഞാൻ ഒരു ഇതിപ്പോ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയാണ്, ഈ പുള്ളിക്കാരിയുടെ മാമൻ, അതുപോലെ തന്നെ അച്ഛൻ്റെ അനിയനോ പിന്നെ അമ്മയും ഒക്കെ പുള്ളിക്കാരിക്ക് എതിരെയാണ് നിൽക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുടുംബക്കാര് മൊത്തത്തിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിക്കെതിരെ നിൽക്കുന്നത്, സ്വന്തം വീട്ടുകാര്. ബാക്കി കൂടെ കാണാം. അച്ഛൻ, അമ്മ, ഞങ്ങൾ രണ്ടുപേരും, 2 മക്കളും അച്ഛൻ്റെ അനിയനും ഒന്നിച്ച് കാസർഗോഡ് ജില്ലയിൽ വാടക വീട്ടിൽ ഒന്നിച്ചായിരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഇയാളെ കണ്ടുകൂടാ, അങ്ങനെ ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മ ഇയാളെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇയാൾക്ക് വൃത്തിയില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ക്വാർട്ടേഴ്സ് ഇയാളെ പുറത്താക്കി. അത് കഴിഞ്ഞ് വീട് എടുക്കാൻ സ്ഥലം വാങ്ങിയപ്പോൾ ഏട്ടനും അനിയനും ഒന്നിച്ചായിരുന്നു സ്ഥലം വാങ്ങിച്ച്. ആ സമയത്തും അനിയൻ ഞങ്ങളുടെ കൂടെ, അനിയൻ മീൻസ് എൻ്റെ അച്ഛൻ്റെ അനിയൻ ഞങ്ങളുടെ കൂടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തും അമ്മ ഇടപെട്ടിട്ട് അച്ഛനോട് പറഞ്ഞ അച്ഛൻ്റെ അനിയനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്തൊരു വ്യക്തിയായിരുന്നു ഈ അച്ഛൻ്റെ അനിയൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം പലപ്പോഴും ഇവർ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അമ്മ ഈ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ അച്ഛൻ ഈ ബ്ലോക്കും അൺബ്ലോക്കും ഒന്നും മാറ്റാനും എടുക്കാനൊന്നും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അപ്പൊ മരിച്ചതിന് ശേഷം ആ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ അങ്ങോട്ട് പോയിട്ട്, അച്ഛൻ്റെ അനിയന്റെ ഭാര്യ മരിച്ച് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ അവിടെ പോയി. അമ്മ മാത്രമല്ല, അമ്മയും അനിയത്തി. ഈ പോയ അമ്മയും അനിയത്തി തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെനിക്ക് ഈ വീഡിയോയിൽ പറയാൻ കുറച്ച് അറപ്പും വെറുപ്പുണ്ട്. പക്ഷേ എന്നെ ഇത്രത്തോളം പ്രൊവോക്ക് ചെയ്ത് ഇത്രയും ട്രിഗർ ചെയ്ത് എൻ്റെ മെന്റൽ പീസ് ഒക്കെ കളഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. അവർ പോയി വന്ന് അവരിങ്ങനെയാണ് പറഞ്ഞത്, ഭാര്യ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇദ്ദേഹം അവരെ മകളുടെ കൂടെ ഒരു ബെഡിൽ ഒരേ ബ്ലാങ്കറ്റിനുള്ളിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അറപ്പും വെറുപ്പും തോന്നിയെന്നാണ് ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ പാപ്പം ഭയങ്കര മോശമാണ്, സ്വന്തം മോളെ കൂടെ ഭാര്യ മരിച്ചപ്പം ഒരേ ബെഡിന്റെ ഒരു ബ്ലാങ്കറ്റിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇയാൾ. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ പറഞ്ഞത്. ഞാൻ ഈ കാര്യം ഇന്ന് വരെ ആരോടും പറഞ്ഞില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്ന് പറയുന്നത്, ഇത്രയും അറപ്പും വെറുപ്പും തോന്നുന്നു എന്ന് പറഞ്ഞ ഒരാളെ, അതായത് എൻ്റെ അച്ഛൻ്റെ അനിയനെ, എൻ്റെ അനിയത്തിൻ്റെ കല്യാണം ആയപ്പോഴത്തേക്കും കൂട്ടുപിടിച്ച് തിരിച്ചു വീണ്ടും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഈ ഭാര്യ മരിച്ച അദ്ദേഹം മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഏട്ടൻ്റെ വീട്ടിൽ. എൻ്റെ അച്ഛന് അറ്റാക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ അനിയൻ കംപ്ലീറ്റ് ആയിട്ട് കോഴിക്കോടുള്ള വീടും, ഭാര്യ ഓൾറെഡി മരിച്ചുപോയി, അവിടെ വേറെ ആരും വീട്ടിലില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഒഴിവാക്കി എൻ്റെ വീട്ടിലാണ് താമസം. അതിനെ ഞാൻ തെറ്റായിട്ട് ഒരു തരത്തിലും വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ ഇത്രയും മോശമായി അച്ഛൻ്റെ അനിയനെ പറഞ്ഞ ഒരാളാണ് എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് അവരെന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എന്തോ ആണ് ഇത്, എന്റെ തമ്പുരാനെ ഇത് എന്തൊക്കെയാ കേൾക്കുന്നത്? നിങ്ങളടുത്തൊക്കെ ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാൻ എൻ്റെ അറിവിൽ ഇന്ന് വരെ ഞാൻ ഇവരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇവരെ കുറിച്ചോ ഞാൻ ആരോടൊന്നും പറയാനോ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെട്ടിട്ടില്ല ഞാൻ പറയുന്ന ഒരു വ്യക്തി. തീർച്ചയായും ഞാൻ എൻ്റെ ഇപ്പൊ പറഞ്ഞ മാമനാണെങ്കിലും അയാളുടെ ഫാമിലി മാറ്റേഴ്സിൽ ഒന്നും ഞാൻ ഇതുവരെ ഇടപെടാൻ പോയിട്ടില്ല. അയാൾക്ക് സജേഷ്, വീട് തളിപ്പറമ്പ്, എൻ്റെ അനിയത്തി ഭവ്യ, ഇത്രയും ആൾക്കാർ, ഈ വ്യക്തി 3 വ്യക്തികളുടെ പേര് ഞാൻ ഇവിടെ പറയാം. കെട്ടിയിട്ടടിക്കും എൻ്റെ അമ്മ വിളിക്കും. അദ്ദേഹം പറയുന്നത് ഞാനും കൂടെ ചെയ്യാറില്ല, തിരിച്ചു വരും. ഈ വ്യക്തിയുടെ പോകുമ്പോൾ ഇയാൾ തൊട്ടടുത്തിരിക്കുന്നവരുടെ അടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ കുറിച്ച് ഇങ്ങനെ കുശു സംസാരിക്കും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല, തിരിച്ചു വരും. ഈ വ്യക്തിയാണ് എന്നെ കെട്ടിയിട്ടടിക്കാനുള്ള ഒരു പ്ലാനിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കി. ഈ വ്യക്തിനെയാണ് എന്നെ കെട്ടിയിട്ടടിക്കും എൻ്റെ അമ്മ വിളിക്കും. അദ്ദേഹം പറയുന്നത് ഞാനും കൂടെ വരട്ടെ, എന്നിട്ട് ഞാനും കൂടെ 2 എണ്ണം പൊട്ടിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പം ഈ വ്യക്തി 3 വ്യക്തികളുടെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടുകാർ, മെയിൻ ആയിട്ട് എൻ്റെ അനിയത്തിന്റെ ഭർത്താവ് സജേഷ്, വീട് തളിപ്പറമ്പ്, എൻ്റെ അനിയത്തി ഭവ്യ, ഇത്രയും ആൾക്കാർ, പിന്നെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരായിരിക്കും എനിക്ക് എന്താണോ പറ്റുന്നത് അതിനുള്ള ഉത്തരവാദികൾ. ഞാൻ സത്യം പറയാലോ, എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ സഹിക്കാവുന്നതിന് മാക്സിമം സഹിച്ചു. ഒരു വർഷം ഞാൻ മിണ്ടാതിരുന്നു. കുറെ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഫാമിലി ഇഷ്യൂസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ ഉള്ളിൽ അടക്കി ഒതുക്കി അവസാനം സഹിക്കാൻ പറ്റാതെ ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പോ തുടർച്ചയായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം. ഒരു സ്ത്രീയെ കെട്ടിയിട്ട് അടിച്ചു എന്ന് അവര് പബ്ലിക്കിൽ വന്ന് പറയുന്നുണ്ട്. ഇവർക്ക് നിയമസഹായം തേടിക്കൂടെ? അല്ല, ഇത് പബ്ലിക് അറിയണം. പബ്ലിക് അറിയുന്നതിൽ എന്താ തെറ്റ്? ഫാമിലി ഇഷ്യൂസ് വന്ന് പബ്ലിക്കിൽ പറയുന്നെന്ന് പറയുന്നത് ഓക്കെ, സംബന്ധിച്ച് ഇവർക്ക് പറയാൻ ആരുമില്ല. ആൾക്കാർ അറിയണ്ടേ? ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അറിയോ? സാധാ ഒരു മരണമായിട്ട് കണക്ക് കൂട്ടും, അത്രേ ഉള്ളൂ. ഇവർ തെറ്റ് ചെയ്തവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും. അഥവാ ഈ പെണ്ണിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പറയും ഡ്രഗ് അടിച്ച് ഫുള്ള് അഷറായിട്ട് മരിച്ചതാന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ മാനസിക രോഗം കൊണ്ട് മരിച്ചതാന്ന് പറയും. അങ്ങനെ പല കാരണങ്ങളും ഇതാക്കും. ചിലപ്പോൾ കൊന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലുള്ള വ്യക്തികളൊക്കെ പുറത്തേക്ക് വന്ന് പബ്ലിക്കായിട്ട് പറയണമെന്ന് തന്നെയാണ് ഇത് കാര്യം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.